അനന്തമായ ആകാശഗംഗയിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുരൂഹവും എന്നാൽ അങ്ങേയറ്റം ആകർഷകവുമായ നക്ഷത്രമേതെന്ന് ചോദിച്ചാൽ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഒരേ ഒരു ഉത്തരമേയുള്ളൂ, അത് അനിഴമാണ്. അനുരാധ എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം സൗഹൃദത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. ആകാശക്കൂരയിലെ നക്ഷത്രക്കൂട്ടങ്ങൾ വെറും വെളിച്ചം മാത്രമല്ല, അവ നമ്മുടെ ജീവിതത്തിന്റെ ഭൂപടം കൂടിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അനിഴം ഒരത്ഭുതമാണ്. കർമ്മബലങ്ങളുടെ ദേവനായ ശനിയുടെ ആധിപത്യവും ആത്മവീര്യത്തിന്റെ പ്രതീകമായ ചൊവ്വയുടെ രാശിയും സംഗമിക്കുന്ന ഒരു അപൂർവ ബിന്ദുവിലാണ് അനിഴം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു വശത്ത് അങ്ങേയറ്റം ശാന്തരും സൗമ്യരുമായി കാണപ്പെടുമ്പോൾ മറുവശത്ത് ലക്ഷ്യബോധമുള്ള കഠിനാധ്വാനികളായിരിക്കും. മഞ്ഞും അഗ്നിയും ഒരുപോലെ പേറുന്ന ഒരു പ്രകൃതമാണ് അനിഴത്തിൻ്റേത്. അനിഴം നക്ഷത്രത്തിന്റെ അടയാളം താമരയാണ്. അഴുക്കുചാലിലെ ചെളിയിൽ വേരുകൾ ആഴ്ത്തി നിൽക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കി വിടർന്നു നിൽക്കുന്ന താമരയെ പോലെ ജീവിതത്തിലെ എത്ര വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും തളരാതെ ഉയർത്തെഴുന്നേൽക്കാൻ അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് ചുറ്റും പ്രതിസന്ധികൾ ഒരു വലയമായി നിൽക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് ലോകത്തിന് സുഗന്ധം പരത്താൻ അവർക്ക് സാധിക്കുന്നു. ജ്യോതിഷം അനിഴത്തെ മിത്ര നക്ഷത്രം എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ഏത് വൻമതിലുകളെയും തകർക്കാൻ സൗഹൃദം കൊണ്ട് ഇവർക്ക് സാധിക്കും. 2026 എന്ന വർഷത്തിൽ സംഖ്യാശാസ്ത്രം അനിഴം നക്ഷത്രക്കാർക്കായി വലിയ ചില രഹസ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരം 2026 എന്ന വർഷം സൂര്യന്റെ ആധിപത്യമുള്ള 1-ാം നമ്പറിലേക്ക് എത്തിച്ചേരുന്നു. അധികാരത്തെ നീക്കി വെളിച്ചം നൽകുന്ന സൂര്യന്റെ ഈ വർഷം ശനിയുടെയും ചൊവ്വയുടെയും സ്വാധീനത്തിലുള്ള അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക? നിഗൂഢമായ അവരുടെ സ്വഭാവത്തെ ഈ വർഷത്തിലെ സംഖ്യകൾ എങ്ങനെ സ്വാധീനിക്കും? അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അവരുടെ തൊഴിൽ, പ്രണയം, സാമ്പത്തികം എന്നീ മേഖലകളിൽ ഈ സംഖ്യകൾ എങ്ങനെ പ്രയോഗിക്കാം? പ്രത്യേകിച്ച് 2026 ഈ നക്ഷത്രക്കാർക്ക് കൈവരുന്ന അപൂർവ ഭാഗ്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? കേവലം പ്രവചനങ്ങൾക്കപ്പുറം ജീവിതത്തെ ശാസ്ത്രീയമായും ആത്മീയമായും ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി അനിഴം നക്ഷത്രത്തിന്റെ സ്വഭാവ വിശേഷങ്ങളും ഭാഗ്യരഹസ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ യാത്രയാണ് ഈ വീഡിയോ. തടസ്സങ്ങൾ ഓരോന്നായി നീക്കി വിജയത്തിന്റെ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്ന ഓരോ അനിഴം നക്ഷത്രക്കാരനും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരു വഴികാട്ടിയായി ഈ വീഡിയോ മാറും. നമുക്ക് അനിഴത്തിന്റെ ആഴങ്ങളിലേക്ക്, അവരുടെ നിഗൂഢമായ സ്വഭാവങ്ങളിലേക്ക്, 2026 കാത്തുവച്ചിരിക്കുന്ന ഭാഗ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 17ാമത്തെ നക്ഷത്രമാണ് അനിഴം. വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം ശനി ഭഗവാന്റെ ആധിപത്യത്തിലാണ് വരുന്നത്. സൗഹൃദത്തിന്റെ നക്ഷത്രമെന്നാണ് അനിഴം അറിയപ്പെടുന്നത്. താമരയാണ് ഇതിന്റെ അടയാളം. ചെളിയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയെ പോലെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഔന്നത്യത്തിലെത്താനുള്ള കഴിവ് അനിഴം നക്ഷത്രക്കാർക്കുണ്ട്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗമ്യ സ്വഭാവക്കാരാണ്. എന്നാൽ അവരുടെ മനസ്സെപ്പോഴും കർമ്മനിരതമായിരിക്കും. മിത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. അതിനാൽ തന്നെ മറ്റുള്ളവരുമായി പെട്ടെന്ന് സൗഹൃദത്തിലാകാനും ബന്ധങ്ങൾ നിലനിർത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ശനിഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. ലക്ഷ്യത്തിലേക്ക് വരുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ആഴത്തിലുള്ള വിഷയങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ കത്തുന്ന വികാരങ്ങളുണ്ടാവും. മറ്റുള്ളവരുടെ വേദനകളിൽ ഇവർ പെട്ടെന്ന് അലിയാറുണ്ട്. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. സംഖ്യാശാസ്ത്രത്തിൽ ശനിയുടെ സംഖ്യ 8 ആണ്. എന്നാൽ അനിഴം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിലാണ്. ചൊവ്വയുടെ സംഖ്യ 9 ആണ്. അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഭാഗ്യസംഖ്യകൾ 9, 1, 8 എന്നിവയാണ്. വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വ ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ശനിയുടെ സ്വാധീനം മൂലം ചെറിയൊരു മന്ദത അനുഭവപ്പെടാറുണ്ട്. 9 എന്ന സംഖ്യ അവരെ സഹായിക്കുന്നു. 9 എന്ന സംഖ്യ പൂർണ്ണതയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ്. ഭാഗ്യ ദിവസങ്ങൾ നോക്കുമ്പോൾ ചൊവ്വ, വ്യാഴം, ഞായർ. ഒഴിവാക്കേണ്ട സംഖ്യകൾ 2, 7 എന്നിവയാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അധികാരമുള്ള തസ്തികകളിൽ ഇരിക്കാൻ ഭാഗ്യമുണ്ടാകും. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഇവരെ മികച്ച ശാസ്ത്രജ്ഞരോ ഗവേഷകരോ ആക്കുന്നു. നേതൃപാടവമുള്ളതിനാൽ രാഷ്ട്രീയത്തിലും ഭരണനിർവഹണത്തിലും ഇവർ ശോഭിക്കും. കല, സംഗീതം എന്നിവയോടുള്ള ആഭിമുഖ്യം പലരെയും കലാകാരന്മാരാക്കുന്നു. അനിഴം നക്ഷത്രക്കാർ ജോലി സംബന്ധമായി വിദേശത്ത് പോകാനും അവിടെ വിജയിക്കാനും സാധ്യത കൂടുതലാണ്. പണം സമ്പാദിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക മിടുക്കുണ്ട്. എന്നാൽ അത് സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപങ്ങളിൽ താല്പര്യം കാണിക്കും. 30 വയസ്സിന് ശേഷം ഇവരുടെ സാമ്പത്തിക നില ഗണ്യമായി ഉയരും. ശനിഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ സമ്പാദ്യം സാവധാനത്തിലായിരിക്കും, പക്ഷേ അത് ദൃഢമായിരിക്കും. കുടുംബത്തോട് വലിയ അടുപ്പം കാണിക്കുന്നവരാണിവർ. എങ്കിലും പലപ്പോഴും മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അർഹിക്കുന്ന സ്നേഹം ലഭിക്കുന്നില്ലെന്ന പരാതി ഇവർക്കുണ്ടാകാം.
വിവാഹ ജീവിതത്തിൽ പങ്കാളിയോട് അതീവ വിശ്വസ്തത പുലർത്തുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. 2026 എന്ന വർഷത്തിന്റെ ആകെ തുക 1 ഒന്നെന്ന സംഖ്യ സൂര്യനെ പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ അധികാരത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ്. 2026 അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിലിടങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. സൂര്യന്റെ സ്വാധീനം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചൊവ്വയുടെ സംഖ്യയായ 9 സൂര്യന്റെ സംഖ്യയായ 1 പരസ്പര മിത്രങ്ങളാണ്. അതിനാൽ 2026 അനിഴം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ വർഷമായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. 2026 തീയതികളുടെ തുക 1, 9 അല്ലെങ്കിൽ 5 വരുന്ന ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വലിയ വിജയത്തിന് കാരണമാകും. കടും ചുവപ്പ്, മഞ്ഞ, വെളുപ്പ് തുടങ്ങിയ നിറങ്ങൾ ഈ വർഷം ഭാഗ്യം കൊണ്ടുവരും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. 2026 സൂര്യന്റെ വർഷമായതിനാൽ ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഹൃദയം ജപിക്കുന്നത് ഉത്തമമാണ്. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ദഹനക്കുറവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ശീലമാക്കണം. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ എടുത്തുചാടി പ്രവർത്തിക്കുകയും പിന്നീട് അത് പ്രശ്നങ്ങളിൽ കലാശിക്കുകയും ചെയ്യാം. ഇവരുടെ നല്ല ഉദ്ദേശങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ അമിതമായ ചിലവുകൾ കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് മാനസിക സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട്. ശനിയുടെ സ്വാധീനം കാരണം ചില കാര്യങ്ങളിൽ മന്ദഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കാലതാമസത്തിന് കാരണമായേക്കാം. ചിലപ്പോൾ അമിതമായ മത്സരബുദ്ധി കാരണം മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിയുടെ ഇഷ്ട നിറങ്ങളായ കറുപ്പ്, നീല എന്നിവ ഉപയോഗിക്കുക. ശനിക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക. എള്ളുദീപം തെളിയിക്കുക. ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക. അവർക്ക് ഭക്ഷണം നൽകുക. വൃദ്ധരെയും ഭിന്നശേഷിക്കാരെയും ബഹുമാനിക്കുക, സഹായിക്കുക. ശനി നക്ഷത്രമായതിനാൽ സന്ധിവേദന, വാദം എന്നിവ പ്രായമാകുമ്പോൾ അലട്ടാൻ സാധ്യതയുണ്ട്. പതിവായ വ്യായാമം അനിവാര്യമാണ്. ഒരു അനിഴം നക്ഷത്രക്കാരന്റെ ഭാഗ്യസംഖ്യയായ 9 എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കണമെന്ന് നോക്കാം. വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അക്കങ്ങളുടെ തുക 9 വരുന്നത് ഭാഗ്യം നൽകും. ഫോൺ നമ്പറിന്റെ അവസാന അക്കങ്ങൾ 9 വരുന്നത് കരിയറിൽ ഗുണകരമാകും. വീട്ടു നമ്പർ 9 അല്ലെങ്കിൽ 9ലേക്ക് എത്തുന്ന സംഖ്യകൾ ഐശ്വര്യം നൽകും. ഏതെങ്കിലും പ്രധാന ഉടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോഴോ യാത്ര തുടങ്ങുമ്പോഴോ 9, 18, 27 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുക. അനിഴം നക്ഷത്രക്കാർ ആത്മീയതയിൽ താല്പര്യമുള്ളവരാണ്. ഈ നക്ഷത്രക്കാർക്ക് മിത്രൻ ദേവനായതിനാൽ സൗഹൃദങ്ങളെ ദൈവതുല്യമായി കാണാൻ ഇവർക്ക് കഴിയും. അനിഴം നക്ഷത്രക്കാർ ജന്മനാ കഠിനാധ്വാനികളും സ്നേഹനിധികളുമാണ്. ശനിയുടെ അച്ചടക്കവും ചൊവ്വയുടെ വീര്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവർ. 2026 എന്ന വർഷം സംഖ്യ 1 നിങ്ങൾക്ക് പുതിയ വെളിച്ചം നൽകുന്ന ഒന്നായിരിക്കും. സൂര്യന്റെ ഊർജത്തെയും നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ 9ന്റെ കരുത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അജയ്യമായ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളിൽ തളരാതെ ചെളിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരയെ പോലെ ലോകത്തിന് സുഗന്ധം പകരാൻ അനിഴം നക്ഷത്രക്കാർക്ക് എന്നും കഴിയും. ഭാഗ്യസംഖ്യകളുടെയും ജ്യോതിഷത്തിന്റെയും പിൻബലത്തോടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറുക.